ശീലോഹാവെള്ളത്താൽ നീ സൗഖ്യം പ്രാപിച്ചു. യേശു സുഖം തന്നില്ലെന്ന യൂതന്മാരോതി അന്ധൻ ചൊല്ലി. ആ ശീലോഹായി മുഴുകും കുരുടർക്കേവർക്കും സൗഖ്യം. ശീലോഹാവെള്ളത്താൽ നീ സൗഖ്യം പ്രാപിച്ചു. യേശു സുഖം തന്നില്ലെന്ന യൂതന്മാരോതി അന്ധൻ ചൊല്ലി. ആ ശീലോഹായി മുഴുകും കുരുടർക്കേവർക്കും സൗഖ്യം കിട്ടിടുമെങ്കിലെനിക്കീശോ ചെയ്തിട്ടില്ലെന്നും യേശു എനിക്കാശ്വാസം തന്നില്ലെന്നോരുന്നു. ഹല്ലേലൂയ ശാപഗ്രസ്തൻ താൻ. ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. എല്ലാവർക്കും സ്നേഹവന്ദനം. തൻ്റെ സൃഷ്ടിയോടുള്ള ദൈവത്തിൻ്റെ അകമഴിഞ്ഞ സ്നേഹത്തെ നാം ചിന്തിക്കുകയും ആ ദൈവസ്നേഹം ലഭിക്കുവാൻ തക്കവണ്ണം നോമ്പിൻ്റേതായ അനുഭവത്തിൽ ആയിരിക്കുകയാണ്. എന്താണ് നോമ്പ്? ഒത്തിരി ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ഒരു സംഭവമാണ് നോമ്പ് എന്നത്. ഒരു ചിന്തകൻ നോമ്പിനെ പറ്റി പറയുന്നത് ഇങ്ങനെയാണ്: ലെൻഡ് ഈസ് എ ബാറ്റിൽ ബിറ്റ്വീൻ മീ ആൻഡ് മൈസെൽഫ്. നോമ്പെന്നത് ഞാനും തമ്മിലുള്ള ഒരു യുദ്ധമാണ്. പരിശുദ്ധ പിതാക്കന്മാർ നമ്മെ പ്രാർത്ഥനകളിൽ പഠിപ്പിക്കുന്നുണ്ട് നോമ്പെന്നത് തോൽക്കാത്ത ആയുധമാണെന്നൊക്കെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബലഹീനതയെ തോൽപ്പിക്കുവാൻ ഈ നോമ്പാകുന്ന ആയുധം നമുക്ക് ഉപയോഗിക്കാം. ഒരു ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. മത്തായി എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 12-ാം വാക്യം. അവൻ്റെ കയ്യിൽ വീശുമുറമുണ്ട്. അവൻ തൻ്റെ കളങ്ങൾ വെടിപ്പാക്കി ഗോതമ്പിനെ അറകളിൽ ശേഖരിക്കും, പതിർ കെടാതീയിൽ ദഹിപ്പിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഇവിടെ യോഹന്നാൻ സ്നാപകൻ കർത്താവിന് വഴിയൊരുക്കുവാൻ വന്നിട്ട് കർത്താവിന് നല്ലൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നുണ്ട്. എൻ്റെ പിന്നാലെ വരുന്നവൻ്റെ ചെരുപ്പുകളുടെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല എന്നൊക്കെ. കർത്താവിൻ്റെ ഓരോ പ്രത്യേകതകൾ പറയുന്ന കൂട്ടത്തിൽ അവൻ പറയുന്ന കാര്യമാണ് കർത്താവിൻ്റെ കയ്യിൽ ഒരു മുറം ഉണ്ടെന്ന്. കർത്താവ് വീശുമുറം പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മുടെ വീടുകളിൽ ഗെത്സമന തോട്ടത്തിൻ്റെ പടമുണ്ട്. കുരിശിൽ കിടക്കുന്ന ക്രിസ്തുവിനെ നമുക്ക് കാണുവാൻ സാധിക്കും. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ വരച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. വീശുമുറം പിടിച്ചു നിൽക്കുന്ന ക്രിസ്തുവിനെ എവിടെയും കാണുവാൻ കഴിയുന്നില്ല. അത് മനഃപൂർവ്വം ചിത്രകാരന്മാർ വരയ്ക്കുന്നില്ല. എന്തുകൊണ്ടായിരിക്കാം? വീശുമുറമുള്ള ക്രിസ്തു നമുക്കൊരു പാഠമായിരിക്കണം. ഒത്തിരി നാളായി നാം ഓരോരുത്തരും നോമ്പ് നോൽക്കുന്നു, ധ്യാനങ്ങൾ കേൾക്കുന്നു. കാലാകാലങ്ങളായി, വർഷങ്ങളായി നാം ഇതൊക്കെയും നിവർത്തിച്ച് വരികയാണ്. എന്തുകൊണ്ടാണ് ഓരോ വർഷവും ഇത് ആവർത്തിക്കപ്പെടുന്നത്? നമുക്ക് ഈ ഒരു ധാരണ നൽകാൻ വേണ്ടിയിട്ടാണ്. യോഹന്നാൻ സ്നാപകൻ കാലങ്ങൾക്ക് മുമ്പ് വിളിച്ചു പറയുകയാണ് കർത്താവിൻ്റെ കയ്യിൽ ഒരു വീശുമുറം ഉണ്ടെന്ന്. പ്രിയപ്പെട്ടവരെ, അത് നമുക്കൊരു സൂചനയാണ്. എന്താണ് ഈ വീശുമുറം പറഞ്ഞു തരിക? എന്തിനാണ് വീശുമുറം ഉപയോഗിക്കുന്നത്? മുറത്തിനകത്ത് അരിയും ഗോതമ്പും ഇട്ട് പാറ്റി കഴിയുമ്പോൾ അതിന് അകത്തുള്ള പതിരുകൾ പറന്നു പോകും. ശേഷിക്കുന്നത് കതിരുകളായിരിക്കും. അപ്പോൾ പതിരും കതിരും തിരിച്ചറിയാൻ വേണ്ടിയും അതിനെ വിവേചിച്ച് മാറ്റി വയ്ക്കുവാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ വീശുമുറം ഉപയോഗിക്കുന്നത്. ഈ ക്രിസ്തുവിൻ്റെ വീശുമുറത്ത് കയറുന്ന ഒരു നാൾ നമുക്കുണ്ട്. അന്ന് നമ്മൾ അതിൽ നിന്ന് പതിരായി തിരിച്ചു പോകുമോ? കതിരായി അതിൽ തന്നെ അവശേഷിക്കുമോ? ഈ ചോദ്യത്തിന്
ഉത്തരം കണ്ടെത്തേണ്ടത് ഇങ്ങനെയുള്ള നോമ്പിൻ്റെ നാളുകളിൽ, ധ്യാനങ്ങളിൽ ഒക്കെ ആയിരിക്കണം. അതിന് ഈ നോമ്പുകാലം നമ്മുടെ ധ്യാനങ്ങൾ എല്ലാം സാധ്യമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ശീലോഹാവെള്ളത്താൽ നീ സൗഖ്യം പ്രാപിച്ചു.